നമ്മളിപ്പം ഇന്ത്യ നേപ്പാൾ ബോർഡറിലാണ്. 1954 തൊട്ടുള്ള 40 ലാൻഡ് റോവേഴ്സ് ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറെ നാളുകൾക്ക് മുമ്പ് യൂട്യൂബിൽ ഞാനൊരു അഡ്വർടൈസ്മെന്റ് കണ്ടു, ദി ലാൻഡ് ഓഫ് ലാൻഡ് റോവേഴ്സ്. അതായത് 1954 40ഓളം ലാൻഡ് റോവേഴ്സ് ടാക്സി ആയിട്ട് ഓടുന്ന ഒരു സ്ഥലം. അന്ന് അത് കണ്ടു വിട്ടു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം നമ്മുടെ ചാനലൊക്കെ തുടങ്ങി കഴിഞ്ഞു വീണ്ടും ഞാൻ ആ വീഡിയോ കണ്ടു. എന്നാൽ പിന്നെ അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അന്വേഷിച്ച് ചെന്നപ്പോൾ അത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉള്ളൊരു സ്ഥലമാണ്. വെസ്റ്റ് ബംഗാളിലാണ്. സന്തക്ഫു എന്നാണ് സ്ഥലത്തിന്റെ പേര്. മാനേബഞ്ചനിലാണ് ഈ ടാക്സി സർവീസ് നടത്തുന്നത്. സന്തക്ഫു എന്ന് പറഞ്ഞിട്ട് വെസ്റ്റ് ബംഗാളിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്തേക്കാണ് അത് സർവീസ് നടത്തുന്നത്. അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങളത് കാണുക. പിന്നെ ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഞാൻ ഇവിടെ എത്താനായിട്ട് വളരെ കഷ്ടപ്പെട്ടു. കാര്യം ഇതിന്റെ ഇൻഫർമേഷൻ തപ്പി കുറെ നടന്നു. വീഡിയോസ് തപ്പി, യൂട്യൂബിൽ തപ്പി, ഗൂഗിളിൽ തപ്പി, എല്ലായിടത്തും തപ്പി. പക്ഷേ അത് അത്ര ഒരു കൺവിൻസിംഗ് ആയിട്ട് എനിക്ക് ഇൻഫർമേഷൻസ് കിട്ടിയില്ല. അപ്പം ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയ കുറച്ച് കാര്യങ്ങളുണ്ട്. എങ്ങനെ ഇവിടെ എത്താം, ഇവിടെ എന്താണ് ഉള്ളത്, ഇവിടുത്തെ കോസ്റ്റ് എങ്ങനെയാണ്, പിന്നെ എന്താണ് ഈ സ്ഥലത്തിന്റെ പ്രശ്നം. ഞാനപ്പോൾ അത് ഓരോ പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വൈ ടു കം, എന്തിനാണ് വരുന്നത്. അതിന് കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ചാൽ വെസ്റ്റ് ബംഗാളിലെ ഏറ്റവും ഉയരം കൂടിയ പീക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. 12,000 അടി ഉയരത്തിലുള്ള സന്തക്ഫു എന്ന സ്ഥലത്താണ് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നത്. പിന്നുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1954 ബ്രിട്ടീഷുകാർ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയ ലാൻഡ് റോവേഴ്സിൽ നിങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റും. പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് വെച്ചാൽ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ എവറസ്റ്റും ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ കാഞ്ചൻജംഗയൊക്കെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് മെയിനായിട്ടും ആളുകൾ ഈ സ്ഥലത്തേക്ക് വരുന്നത്. പിന്നെ ഈ ഒരു ട്രെക്കിങ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റൻ ആണ് ഹൗ ടു കം, എങ്ങനെ ഇവിടെ എത്താം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സ്ഥലം വെസ്റ്റ് ബംഗാളിലാണ് ഉള്ളത്. വെസ്റ്റ് ബംഗാളിൽ ഇതിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് NJP ന്യൂ ജൽപൈഗുരി. അവിടെ നിങ്ങൾക്ക് എത്തുകയോ അതല്ലെങ്കിൽ ഇവിടെ ബാദോഗ്ര എയർപോർട്ട് ഉണ്ട്, അവിടെ എത്തുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ആക്സസ് ഉണ്ട്. അപ്പൊ കേരളത്തിൽ നിന്ന് വരുന്നെങ്കിൽ, ട്രെയിനാണ് വരുന്നെങ്കിൽ ഈ NJP റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങുക, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എയർപോർട്ടിൽ വരിക. അവിടുന്ന് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്യാബ് ബുക്ക് ചെയ്ത് ഡയറക്റ്റ് ഇവിടെ വരാവുന്നതാണ്. ഏകദേശം 4,000 രൂപയാണ് ഒരു ക്യാബിന് റേറ്റ് വരുന്നത്. നിങ്ങൾ 1-2 പേരോ ആയിട്ട് വരുവാണെങ്കിൽ ഈ 4,000 രൂപ കൊടുത്ത് അഫോർഡ് ചെയ്യുന്ന വെച്ചാൽ ശകലം കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഒരു ഗ്യാങ് ആയിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ കുഴപ്പമില്ല. അതല്ല എങ്കിൽ ഷെയർഡ് ക്യാബ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് 400 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ മാനേബഞ്ചങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾക്ക് എത്താൻ പറ്റും. അവിടുന്ന് പിന്നെ ഈ സിംഗാലില ലാൻഡ് റോവേഴ്സ് അസോസിയേഷൻ ഉണ്ട്. അവിടെ ഓൾറെഡി അതിന്റെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിങ്ങൾ അതിന്റെ പേയ്മെന്റും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഒരു വണ്ടിയും ഒരു ഡ്രൈവറെയും അലോക്കേറ്റ് ചെയ്യും. അതിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സന്തക്ഫു, ടുംലിംഗ്, ഫാലൂട്ട് എന്നീ പറഞ്ഞ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റും. പിന്നെ അടുത്തുണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴാണ് ഇവിടെ വരേണ്ടത്, ഇതിന്റെ സീസൺ ടൈമും കാര്യങ്ങളൊക്കെ. അതിന് മുന്നോടിയായിട്ട് ഞാനൊരു കാര്യം പറയാം. എപ്പോൾ ഇവിടെ വരരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ 15 തൊട്ട് സെപ്റ്റംബർ 14 വരെ ഇവിടെ അടച്ചിട്ടേക്കുമായിരിക്കും. അപ്പൊ ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എൻട്രി ഉണ്ടാകത്തില്ല. പിന്നെ വിന്റർ ആണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടെങ്കിൽ അതിന്റെ ബെറ്റർ ടൈം എന്ന് വെച്ചാൽ നവംബർ, ഡിസംബർ ആ സമയത്ത് വരിക. പിന്നെ വളരെ കാമായിട്ട് കാഞ്ചൻജംഗയും കാര്യങ്ങളൊക്കെ നല്ലപോലെ വിസിബിൾ ചെയ്ത്, പിന്നെ ഇവിടുത്തെ ഈ റോഡോഡൻഡൻ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട്, അതിന്റെ ഒരു ആംബിയൻസ് ആണ് നിങ്ങൾക്ക് ആസ്വദിക്കാൻ ഇഷ്ടമെങ്കിൽ മാർച്ച്, ഏപ്രിൽ ആ സമയത്ത് വരിക. എന്റെ പേഴ്സണൽ പ്രിഫറൻസ് എന്ന് വെച്ചാൽ മാർച്ച്, ഏപ്രിൽ ആ സമയത്ത് വരുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് കിട്ടും. പിന്നെ മെയിൻ ആയിട്ടും വരുന്നൊരു ക്വസ്റ്റൻ ആണ്, എല്ലാവർക്കും കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റൻ ആണ്, ഇതിന്റെ കോസ്റ്റ് എത്ര രൂപ ഇതിന് ചെലവാകും. ഞാനത് കുറെ തപ്പി നോക്കി, പക്ഷെ ഒരു കറക്റ്റ് ആയിട്ട് ഒരു ഫിഗർ ഒന്നും കിട്ടിയില്ല. ഇപ്പൊ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് കറക്റ്റ് പറഞ്ഞുതരാം. നിങ്ങൾ ഈ പറയുന്ന മാനേജ്മെന്റ് അവിടെ എത്തണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഷെയർ ടാക്സിയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഒരാൾക്ക് 400 രൂപ, അതല്ലെങ്കിൽ ഒരു ക്യാബ് ആണെങ്കിൽ 4,000 രൂപ. അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ലാൻഡ് റോവർ അല്ലെങ്കിൽ ബൊലേറോ അവിടെ ഉണ്ട്, അത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. മൊത്തം 87 വണ്ടികൾ നിലവിലുണ്ട്. അതിൽ 40 ലാൻഡ് റോവേഴ്സ് ആണ്. 2 വണ്ടിക്കും ബൊലേറോയ്ക്കാണെങ്കിലും ലാൻഡ് റോവേഴ്സിനാണെങ്കിലും ഒരേ കോസ്റ്റ് ആണ്. ഇനിയിപ്പം നിങ്ങൾ ഇതിന്റെ കോസ്റ്റ് വരുന്നത് ഏത് ലൊക്കേഷനിലോട്ടാണ് പോകുന്നത് ആ ലൊക്കേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ടുംലിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ചിലവാകുന്നത് 2,000 രൂപയാണ് അപ്പ് ആൻഡ് ഡൗൺ. പക്ഷെ ടുംലിംഗ് മാത്രം വന്നിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല. എന്തായാലും സന്തക്ഫു എത്തേണ്ടി വരും. ഇനിയിപ്പം സന്തക്ഫുവിലാണ് നിങ്ങൾ എത്തുന്നതെങ്കിൽ അതിന്റെ കോസ്റ്റ് വരുന്നത് 4,500 രൂപയാണ് അപ്പ് ആൻഡ് ഡൗൺ. പിന്നെ നിങ്ങളിപ്പോൾ സന്തക്ഫു വന്നിട്ട് അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഒരു ദിവസത്തെ സ്റ്റേ ചാർജ് ആയിട്ട് 1,000 രൂപ കൊടുക്കേണ്ടി വരും. ഇനിയിപ്പോൾ 2 ദിവസമാണെങ്കിൽ 2,000 രൂപ. അപ്പോൾ ഈ പറഞ്ഞ ലാൻഡ് റോവർ എടുത്ത് നിങ്ങൾ അവിടെ വന്നിട്ട് ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് തിരിച്ചു പോകുന്ന സെറ്റപ്പ് ആണെങ്കിൽ വണ്ടിക്ക് മാത്രം 5,500 രൂപ ചെലവ് വരും. നിങ്ങൾ ഒരു 6-7 പേരായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് പെർഹെഡ് കൂട്ടി നോക്കാം. ഞങ്ങൾ 2 പേരായിട്ടാണ് വന്നത്. ഞങ്ങളൊരു വണ്ടി ഫുള്ളായിട്ട് എടുത്തു, ബിക്കോസ് ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വന്ന ചിലവെന്ന് വെച്ചാൽ ഞങ്ങൾ 2 ദിവസം സ്റ്റേ ചെയ്തു. അപ്പോൾ 4,500 പ്ലസ് 2,000 6,500 രൂപയാണ് നമുക്ക് വണ്ടിക്ക് മാത്രം ഇവിടെ എക്സ്പെൻസ് വന്നത്. പിന്നെ ഉള്ളൊരു ക്വസ്റ്റൻ എന്ന് വെച്ചാൽ
ഹോട്ടൽ നിങ്ങൾ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് സീസൺ ടൈമിലൊക്കെ ആണെങ്കിൽ ഇവിടെ ഫുൾ റഷ് ആയിരിക്കും, നിങ്ങൾക്ക് അത് കിട്ടണമെന്നില്ല. അപ്പോൾ ഇത് ബുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതിനെപ്പറ്റി ഓർത്തൊന്നും നിങ്ങൾ വറി ചെയ്യേണ്ട. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എത്തിയിട്ട് തിരിച്ചു പോകാനുള്ള ഫുള്ള് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഈ ടുംലിംഗ് എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ ഞാൻ പറഞ്ഞത്, ആ ടുംലിംഗിൽ വന്നിട്ടാണ് നിങ്ങൾ സ്റ്റേ ചെയ്യുന്നതെങ്കിൽ പെർ ഹെഡ് 1500 രൂപയ്ക്ക് നിങ്ങൾക്ക് അവിടെ നിൽക്കുകയും വിത്ത് ഫുഡ് എല്ലാ സെറ്റപ്പും ഉണ്ടാവും. നല്ലൊരു അക്കോമഡേഷൻ ആയിരിക്കും. അപ്പോൾ ഞാൻ സ്ട്രോങ്ലി സജസ്റ്റ് ചെയ്യുന്നത്, നിങ്ങളിപ്പോൾ കേരളത്തിൽ നിന്നൊക്കെയല്ലേ വരുന്നത്, അപ്പം ഒറ്റയടിക്ക് 0 ഓൾട്ടിറ്റ്യൂഡിൽ നിന്ന് ഇത്രയും വലിയൊരു ഓൾട്ടിറ്റ്യൂഡിലോട്ട് ഇത്രയും ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് കയറി പോകുന്നതിന് പകരം ഈ ടുംലിംഗ് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് ഒരു ദിവസം സ്റ്റേ ചെയ്ത് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് അതിന്റെ അടുത്ത ദിവസം ഈ പറഞ്ഞ സന്ദക്ഫു പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ടുംലിംഗിലുള്ള സ്റ്റേയുടെ ചാർജ് ഞാൻ പറഞ്ഞല്ലോ 1500 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഈ സന്ദക്ഫു പോയിട്ട് അവിടെയും ഈ പറഞ്ഞ പോലെ കുറേയധികം ഹോട്ടൽസ് ഉണ്ട്. നമ്മൾ നിന്ന ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 1800 രൂപയായിരുന്നു ഫുഡ് ആൻഡ് അക്കോമഡേഷൻ റേറ്റ് വന്നു. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് കണക്കൂട്ടി നോക്കാം ഇത്ര പേര് വെച്ചാണ് പ്ലാൻ ചെയ്യുന്നത്, അതിനെ ബേസ് ചെയ്തിട്ട് കോസ്റ്റ് കുറയും. രണ്ടുപേരാകുമ്പോൾ നമുക്ക് ആവറേജ് ഒരാൾക്ക് 10,000 എന്ന നിലയിലായിട്ടുണ്ട്. NJP റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സന്ദക്ഫു വന്നിട്ട് തിരിച്ച് മാനേബഞ്ചൻ വരെ വന്നപ്പോൾ നമുക്ക് 20,000 രൂപ അടുത്ത് ചെലവ് വന്നിട്ടുണ്ട്. അപ്പം ഒരാൾക്ക് 10,000 രൂപ. ആൾ കൂടുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ 4-5 പേരാകുമ്പോൾ ഒരു 6,000-7,000 രൂപയ്ക്കൊക്കെ നിൽക്കുമായിരിക്കും. പിന്നെ ഓരോ സീസണിലും റേറ്റ് ഒക്കെ മാറി മറിഞ്ഞൊക്കെ ഇരിക്കാം. ഇപ്പോഴത്തെ റേറ്റ് വെച്ചിട്ട് ഇതാണ്. നിങ്ങൾ ഇതെല്ലാം വിളിച്ച് അന്വേഷിച്ചിട്ട് മാത്രമേ ഇങ്ങോട്ട് വരാവുള്ളൂ. ബിക്കോസ് കേരളത്തിൽ ഇത്രയും ദൂരം ഇവിടെ വരെ വന്നിട്ട് ഒരിക്കലും നിങ്ങൾക്ക് മിസ്സാവില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം ഈ ഒരു ട്രിപ്പ് എൻജോയ് ചെയ്യാനായിട്ട്. പിന്നെ ഒരു കാര്യം പറയാം, മലയാളത്തിൽ തപ്പിട്ടൊന്നും ഞാൻ വീഡിയോസ് കണ്ടിട്ടില്ല. അപ്പോൾ ഇതായിരിക്കും ഫസ്റ്റ് സന്ദക്ഫുവിനെ പറ്റിയുള്ള ഒരു മലയാളം വീഡിയോ. അപ്പോൾ ഈ ട്രിപ്പ് ഇത് കാണാനൊക്കെ താല്പര്യമുള്ളവർ ദയവേത് ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ സീരീസ് മൊത്തം കാണുക. ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോസ് ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.